രാത്രി ലൈവിലെ ഗബ്രിയും ശ്രീതുവും അപ്സരയും ശരണിയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ ഗെയിമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് പവർ റൂമിൽ പോയില്ല എന്നൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് 2 ആഴ്ച കൂടി പവർ റൂമിൽ നിൽക്കണം. ഒരു ടീമിന് 4 ആഴ്ചയാണല്ലോ പവർ റൂമിൽ നിൽക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവരുടെ ടീം ഒരാഴ്ച കഴിഞ്ഞു, ഇത് 2ാമത്തെ ആഴ്ചയാണ്. ഇനി 2 ആഴ്ച കൂടി ഇവർക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ഇവരെ ഞാൻ നിർത്തിയിരിക്കും 4 ആഴ്ച എന്ന് ഗബ്രി പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്ത് അവിടെ ശരണി പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് നിൽക്കണമെന്ന്, ഞാൻ നിൽക്കും എന്നൊക്കെ ശരണി അവിടെ പറയുന്നുണ്ട്. അപ്പൊ അപ്സര പറഞ്ഞു, എനിക്ക് പവർ റൂമിൽ പോവാൻ താല്പര്യമില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഗെയിം കളിക്കണം പുറത്തുനിന്ന്, എന്നിട്ട് ഗെയിം കളിച്ച് ജയിച്ചുകൊണ്ട് വേണം എനിക്ക് പവർ റൂമിലോട്ട് കയറാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിന്നേനെ. എനിക്ക് എന്തായാലും ഗെയിം കളിച്ചുകൊണ്ട് കയറണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഞാൻ കയറിയിരിക്കും, ഞാൻ ഗെയിം നന്നായി കളിച്ചിരിക്കുമെന്ന് ഓക്കെ അപ്സര അവിടെ നിന്ന് പറയുന്നുണ്ട്. ഈ ചർച്ചയ്ക്കിടയിൽ അപ്സര പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ഡ്രസ്സ് അയക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്സരയുടെ ഡ്രസ്സ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ശരണി പറയുന്നുണ്ട്, നിന്റെ കെട്ടിയോ നിന്നെ ഉപേക്ഷിച്ചു, അതാണ് കാര്യം, 50 ദിവസം കഴിഞ്ഞപ്പോൾ നിന്നെ വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഗബ്രി ഒരു കാര്യം പറയുന്നത്, ജാസ്മിന് ഡ്രസ്സ് വരാൻ തുടങ്ങിയിരിക്കുന്നു. ജാസ്മിന് ഡ്രസ്സ് വരാൻ തുടങ്ങിയത് എന്നാണോ അന്ന് മുതൽ എനിക്ക് ഡ്രസ്സ് വരുന്നില്ല എന്നാണ് ഇപ്പോൾ ഗബ്രി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പെരുന്നാളായിട്ട് പോലും ജാസ്മിനെ അവിടെ ഡ്രസ്സ് വന്നിരുന്നില്ല. അവിടെ ജാസ്മിൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പെരുന്നാളിന് പോലും ഒരു ജോഡി ഡ്രസ്സ് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ആ സമയത്ത് ഗബ്രിക്കൊക്കെ ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ജാസ്മിനെ മാത്രമാണ് ആ ആഴ്ചയിൽ പെരുന്നാളായിട്ട് പോലും ഒരു ജോഡി ഡ്രസ്സ് വരാതിരുന്നത്. അതിനു മുമ്പും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, എത്ര നാളായി എനിക്ക് ഡ്രസ്സ് വന്നിട്ടെന്ന്. പക്ഷെ ഇപ്പോൾ ജാസ്മിന് ഡ്രസ്സ് വന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അതിനുശേഷം ഗബ്രിക്ക് ഇപ്പൊ കുറെ ദിവസങ്ങളായി ഡ്രസ്സ് വരുന്നില്ല എന്നാണ് ഗബ്രി പറയുന്നത്. ജാസ്മിൻ എന്ന് ഡ്രസ്സ് വരാൻ തുടങ്ങിയോ അന്നു മുതൽ എനിക്ക് ഡ്രസ്സ് വരുന്നില്ല എന്നാണ് ലൈവിൽ ഗബ്രി പറയുന്നത്. എന്തായാലും ഗബ്രിയുടെ വീട്ടുകാരെ ഒരുപാട് ഉപദേശിച്ചിരുന്നു വീഡിയോയിലൂടെ, വിഷുവിന്റെ അന്ന് ഒറ്റയ്ക്ക് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഗബ്രി തന്നെ പറഞ്ഞിരുന്നു, ഇനി എന്റെ അപ്പൻ വന്ന് പറഞ്ഞാലും ഞാൻ ജാസ്മിന്റെ കൈവിടാൻ പോകുന്നില്ല, ഇനി ഒരുമിച്ചേ കളിക്കൂ എന്ന് അവിടെ ഗബ്രി പറഞ്ഞിരുന്നു. അതൊക്കെ വീട്ടുകാർക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഗബ്രിക്ക് അതിനുശേഷം വീട്ടുകാർ ഡ്രസ്സേ അയച്ചിട്ടില്ല എന്നാണ് ഗബ്രി പറയുന്നത്.